പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്ക് തന്നെ ആമേൻ. ദ ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായ സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ആലുക്കലിട്ടു കോറപ്പിസ്കോപ്പ്. വിശുദ്ധ മദ്ബഹ ശുശ്രൂഷകർക്കുള്ള ക്ലാസ് ലഭിക്കുകയാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വന്നത് പട്ടക്കാരൻ അഹറോൻ്റെ ശുശ്രൂഷ നടത്തി കഴിഞ്ഞു. ധൂപം വീശി ഇറങ്ങി ധൂപകുറ്റി അന്ന് ശുശ്രൂഷയ്ക്ക് കൂടുന്ന ആളിന് കൊടുക്കണം. ധൂപകുറ്റി കയ്യിലില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാൻ പാടില്ല. ഇനി വിശുദ്ധ കുർബാന തുടങ്ങുകയാണ്. അതിനു മുമ്പ് 3-ാം മണി നേരത്തെ പ്രാർത്ഥനയും ഉച്ചപ്രാർത്ഥനയും നടത്തി ബാക്കിയുള്ള ശുശ്രൂഷകരും മദ്വായിലേക്ക് പ്രവേശിക്കണം. മുത്തേണ്ട സ്ഥലങ്ങളിൽ മുത്തി പ്രാർത്ഥന ചൊല്ലി മുത്തി. ഞാൻ നേരത്തെ പറഞ്ഞനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞനുസരിച്ച്, ഇതിനു മുമ്പ് പറഞ്ഞനുസരിച്ച് മൂപ്പ് കൂടുതലുള്ള ആൾ ഇടതുവശത്ത്, വടക്ക് വശത്ത്, തൊട്ട് മൂപ്പ് കുറഞ്ഞ ആൾ, അങ്ങനെ ആ മൂപ്പ് കൂടിയതും മൂപ്പ് കുറഞ്ഞതും അങ്ങനെ മാറി മാറി നിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. പൊക്കം കുറഞ്ഞ ആൾ മുമ്പിൽ വരുന്ന നല്ലത്. അല്ലെങ്കിൽ തീരെ കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കാണാൻ പറ്റില്ല. അവർ തെക്കുവശത്ത് നിൽക്കട്ടെ, മാറി നിൽക്കട്ടെ. പിന്നെ കുർബാനയ്ക്ക് കൂടുന്ന ആൾ ആദ്യാവസാനം വരെ അയാൾ തന്നെ കൂടണം, വേറെ ആരും കൂടാൻ പാടില്ല. അത് ശ്രദ്ധിക്കാം. അതിനിടയ്ക്ക് പഴയ നിയമ വായന കഴിഞ്ഞ് കീർത്തനങ്ങൾ, പാട്ടുകൾ ഗായസംഗമ താഴെയുള്ളവർ ചൊല്ലും. വെളിവ് നിറഞ്ഞ ഒരു ഈശോ വരുമ്പോൾ നടുവിലെ തിരി ഊതി വടക്ക് വശത്ത് ഒരു തിരി കത്തിക്കണം. ഏറ്റവും താഴത്തെ തട്ടിൽ തിരി കത്തിച്ചാൽ മതി. അങ്ങനെയാണല്ലോ എല്ലാം. ബാക്കിയൊക്കെ ഇലക്ട്രിക് ബൾബുകളാണല്ലോ. എന്നാലും താഴത്തെ തട്ടിൽ തെക്ക് വശത്തും വടക്ക് വശത്തും ഓരോ മെഴുകുതിരി ഉണ്ടായിരിക്കണം. ആ മെഴുകുതിരി കത്തിക്കുക. വെളിവ് നിറഞ്ഞ ഒരു ഈശോ. വെളിവ് നിറഞ്ഞ ഒരു ഈശോ എന്ന് പറഞ്ഞാൽ പ്രകാശം നിറഞ്ഞ ഈശോ എന്നതിൻ്റെ അർത്ഥം. യേശു അവനൊരു വെളിവില്ലാത്തവനാണ്. ആ വെളിവല്ല ഇവിടെ. വെളിവ് ഇവിടെ അറിവല്ല, അറിവുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് പ്രകാശം നിറഞ്ഞ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വടക്കുവശത്തെ തിരി കത്തിക്കുന്നത്. അവൻ പ്രകാശം നിറഞ്ഞവനാണ്. അത് 1 തീമോഥെയോസ് ലേഖനം 4:16 പറയുന്നുണ്ട്. അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും ആരും അടുത്തു കൊല്ലാൻ പാടില്ലാത്തവനും ആരും കാണാത്തവനും കാണപ്പെടാൻ പാടില്ലാത്തവനുമാകുന്നു. ഉഗ്രമായ വെളിച്ചമാണ് പിതാവ്. ദൈവം പുത്രൻ മനുഷ്യാവതാരം എടുക്കുന്നതിന് മുമ്പ് ആത്മാവ് മാത്രമായിരുന്നു. പരിശുദ്ധമായ ആത്മാവാണ്. ഇവർക്കൊക്കെ വലിയ പ്രകാശമാണ്. പുത്രൻ്റെ പിതാവിൽ നിന്ന് കിട്ടിയ പ്രകാശം, പരിശുദ്ധ റൂഹായ്ക്ക് പിതാവിൽ നിന്ന് കിട്ടിയ പ്രകാശം, ഉഗ്രമായ പ്രകാശവും ശോഭയും. അത് അഗ്നിയാണത് മുഴുവൻ. അത് എന്തുമാത്രം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വർണ്ണനാതീതമാണ്. അത് വർണ്ണിക്കാൻ പറ്റില്ല. ഉഗ്രമായ ശോഭയും ചൂടും പ്രകാശവും. സൂര്യനൊക്കെ ഒന്നുമല്ല. സൂര്യനൊക്കെ വെറും ദൈവത്തിൻ്റെ സൃഷ്ടിയല്ലേ. കോടിക്കണക്കിന് സൂര്യനേക്കാൾ അത് വർണ്ണിക്കാൻ പറ്റില്ല. അത്രമാത്രം ഉഗ്രമായ ശോഭയാണ്. അതുകൊണ്ട് ആരും അടുത്ത് ചെല്ലാൻ പാടില്ല. അടുത്ത് നാം കരിയോവും. മാലാഖമാർ പോലും ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, ചിറകുള്ളവർ 2 മുഖം മൂടി, 2 കാല് മൂടി, 2 പുറത്തൊക്കെയാണ് ഈ പരിശുദ്ധൻ 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 എന്ന് പറയുന്നത്. അതാണ് വെളിവ്. ആ പ്രകാശം നിറഞ്ഞ ദൈവമേ. പിതാവായാലും പുത്രനായാലും പരിശുദ്ധ റൂഹായാലും ശരിയാണ്. പക്ഷെ പുത്രൻ മനുഷ്യാവതാരം എടുത്ത ലോകത്തിൽ വന്നപ്പോഴും ഈ പ്രകാശമൊക്കെ അവിടെ കുറച്ചു പോകാൻ. പ്രകാശമുണ്ട് അവനിൽ, ദൈവത്തെ അവരിലുണ്ട്. പക്ഷെ അത് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. നോക്കിയ ഒരു മനുഷ്യൻ, യേശുവിനെ നോക്കിയ ഒരു മനുഷ്യൻ. പക്ഷേ അവൻ ദൈവത്വവും മനുഷ്യത്വവും പൂർണ്ണതയിൽ
ഉള്ള ആളാണ്. പൂർണ്ണ ദൈവമാണ്, പൂർണ്ണ മനുഷ്യനുമാണ്. പരിശുദ്ധ ദുർഗ പൂർണ്ണ ദൈവമാണ്. പുത്രൻ മാത്രമാണ് മനുഷ്യാവതാരം എടുത്തത്. അപ്പം ആ കാര്യമൊക്കെ നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞാണ്. നമ്മൾ കുർബാനയുടെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ പൂർണ്ണത, ആ മനുഷ്യാവതാരമാണ് അവസാനം വരെ. കർത്താവിനെ കുറിച്ച് പ്രവാചകന്മാർ പറഞ്ഞ പ്രവചനങ്ങൾ, പിന്നെ അതൊക്കെയാണ് പഴയ യുഗത്തിൽ വായിക്കുന്നത്. അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ആ മനുഷ്യാവതാരം മുതൽ, അല്ലെങ്കിൽ ജനനം മുതൽ ഇവിടുത്തെ പരസ്യപ്രവർത്തനങ്ങൾ, മാമോദീസ മുതല എല്ലാ കാര്യങ്ങളും ഓർത്ത് മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, രണ്ടാമത്തെ വരവ്, ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളാണ് വിശുദ്ധ കുർബാനയിൽ അന്ന് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ ഓർക്കുന്നത്. ഓർക്കലല്ല, ശരി, ആഘോഷിക്കുകയാണ്. വിശുദ്ധനായ പൗലോസ്ലീഹ പറയുന്നത് 1 കൊരിന്ത്യർ 11:26 വരുമ്പോൾ പറയുന്നത്, വിശുദ്ധ കുർബാനയിൽ നാം അവൻ്റെ മരണത്തെ പ്രഘോഷിക്കുകയാണ് ചെയ്യുന്നതെന്ന്. മരണത്തെ പ്രഘോഷിക്കുകയാണ്, വലിയ ആർഭാടമായിട്ടാണത്. എന്നിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സങ്കടമല്ലേ വേണ്ട, അല്ല, ഇവൻ്റെ മരണം മൂലമാണ് നമുക്ക് രക്ഷ കിട്ടിയത്. ആ സന്തോഷം, അവൻ്റെ മരണത്തിൽ ദുഃഖമില്ലാതല്ല, അവൻ്റെ മരണത്തിലുള്ള ആഘോഷമാണ്. അപ്പോൾ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ മുതൽ തന്നെ രണ്ടാമത്തെ വരെയുള്ള എല്ലാ സംഭവങ്ങളും വിശുദ്ധ കുർബാനയിൽ നമ്മൾ ആഘോഷിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ കാസായും മീലാസായിട്ട് ശോശാപ്പ കൊണ്ട് മൂടും. അപ്പോൾ ശോശാപ്പയുടെ ഉള്ളിൽ കർത്താവിൻ്റെ ശരീര രക്തങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനെ സൂചിപ്പിക്കുന്ന അപ്പവും വീഞ്ഞുണ്ട്. വാഴ്ത്തൽ കഴിഞ്ഞ് പരിശുദ്ധ റൂഹായുടെ ആവാസവും കൂടെ കഴിഞ്ഞാലേ അത് ശരീര രക്തങ്ങളാകുകയുള്ളൂ. അതുവരെ അപ്പവും വീഞ്ഞെന്ന് പറയാം, കുഴപ്പമില്ല. അപ്പം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ അത് പ്രത്യക്ഷമായിട്ട് പറയാൻ പാടില്ല. തലേ ദിവസം പ്രധാന ശുശ്രൂഷകൻ വന്നത് കുഴച്ചു വയ്ക്കും. പ്രത്യേക സങ്കീർത്തന ഭാഗങ്ങളും പ്രാർത്ഥനകളും ചൊല്ലിയോ കുഴച്ചു വയ്ക്കുന്നത്. മദ്യപാനം നടത്തിയോ, വീടി വലിച്ചോ, വെരിക്കൂത്ത് നടത്തിയൊന്നും വന്ന് കുഴച്ചു വയ്ക്കരുത്. ശരിയായ രീതിയിൽ അതിൽ വെള്ളം ചേർത്ത് ഉപ്പ് ചേർത്ത് അത് കുഴച്ചു വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ പ്രത്യേകം വേറെ ദിവസം പറഞ്ഞോളാം. പക്ഷെ എല്ലാ വിശദമായിട്ട് പറയാൻ പാടില്ല, അതൊക്കെ ചില രഹസ്യങ്ങളാണ്. ഇപ്പം വിശുദ്ധ കുർബാനയിൽ എന്തെങ്കിലും തെറ്റുകൾ ചിലപ്പോൾ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് സാരമായിട്ടുണ്ടായേക്കും, മറ്റുള്ള ശുശ്രൂഷയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതൊന്നും പുറത്ത് പറയാൻ പാടില്ല. ഞാൻ നന്നായിട്ട് വായിച്ചു, അവൻ മോശമായിട്ട് വായിച്ചു, അവരിന്നെ തെറ്റ് ചെയ്തു, ഇത് പുറത്ത് കിടന്ന ഒരു മനുഷ്യരോടും പറയാൻ പാടില്ല. അകത്ത് കയറുന്നവർക്ക് വിശുദ്ധ കുർബാന കഴിഞ്ഞ് തെറ്റ് തിരുത്തി കൊടുക്കാം. അച്ഛനോട് തെറ്റിരുത്താൻ പോണ്ട, അത് പിന്നെ അതിലും വലിയ പ്രശ്നം ഇടയാവും. അച്ഛന് തന്നെ ആ തെറ്റ് ബോധ്യമായിക്കോളും, നിങ്ങൾ തിരുത്താൻ പോണ്ട. ഞാൻ പറഞ്ഞു വന്ന് വിശുദ്ധ കുമ്പസാര രഹസ്യം പോലെയാണ് കുർബാനയിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ. അത് പുറത്ത് തെറ്റുകുറ്റങ്ങൾ വന്നാലൊന്നും പുറത്ത് പറയാൻ പോണ്ട കാര്യമില്ല, പറയുകയും ചെയ്യരുത്. അപ്പോൾ പരസ്യമായിട്ട് കുർബാന ആരംഭിക്കാൻ പോകുക. ആ വെളി പറഞ്ഞ ഈശോ പറഞ്ഞു, വെളിവിൽ തട്ടിൽ വസിക്കും പുണ്യനിധി എന്ന് പറയുമ്പോൾ തെക്കോശിലെ തിരി കത്തിക്കാം. 12 തിരി 12 ശിഷ്യന്മാരെയും ആ തിരിയുടെ തണ്ട് 12 ഗോത്രപിതാക്കന്മാരെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിലിരിക്കുന്ന കുരിശ് കർത്താവിനെ തന്നെ സൂചിപ്പിക്കുന്നു. പിന്നെ ചിലപ്പോൾ വലിയ സ്വർണ്ണ കുരിശൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത് പിതാവിനെയാണ് സൂചിപ്പിക്കുന്നത്. നടുവിൽ മുകളിൽ വയ്ക്കുന്ന കുരിശ് തീർച്ചയായിട്ടും മരക്കുരിശ് തന്നെ ആയിരിക്കണം. പെയിൻറ് ചെയ്തതെന്ന് വെച്ചാൽ കുഴപ്പമില്ല, ലോഹം മരം തന്നെ ആയിരിക്കണം. കാരണം മരത്തിലാണ് കർത്താവ് തൂങ്ങിയത്. പിന്നെ സ്വർണ്ണ കുരിശോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കണമെന്നില്ല, വെച്ച് കഴിഞ്ഞാൽ പിതാവിനെ സൂചിപ്പിക്കും.
പിന്നെ തിരികൾ ഇടതുവശത്തും വലതുവശത്തും വരെ തിരികൾ കത്തിച്ചു വയ്ക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് മാലാഖമാരെയാണ് സൂചിപ്പിക്കുന്നത്. ഈ തിരികളും ഒരു അർത്ഥത്തിൽ മാലാഖമാരെ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം മാലാഖമാരുടെ മധ്യയാണ് ഈ തൃത്വ സിംഹാസനം സ്ഥിതി ചെയ്യുന്നത്. ആ ത്രോണോസിൽ 3 സ്റ്റെപ്പുകളുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ട്. മുകളിലൊരു സ്റ്റെപ്പ്, പിന്നൊരു സ്റ്റെപ്പ്, പിന്നൊരു സ്റ്റെപ്പ്. അത് 9 വൃന്ദം മാലാഖമാരാണുള്ളത്. ആ 9 വൃന്ദം മാലാഖമാരെ 3 ഗണമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഓരോ ഗണത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിലാണോ ആ മുമ്പിലിരിക്കുന്ന കുരിശ് കർത്താവിനെ സൂചിപ്പിക്കുന്നു, മരക്കുരിശ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു കൂട്ടം മാലാഖമാർ, അതിൻ്റെ താഴെ വേറെ കൂട്ടം മാലാഖമാർ, അതിൻ്റെ താഴെ വേറെ കൂട്ടം മാലാഖമാർ. അപ്പോൾ ഓരോ 9 വൃന്ദത്തെ 3 ഗണങ്ങളായിട്ട് 3 വീതമുള്ള 3 ഗണങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ മാലാഖമാരുടെ മധ്യയാണ് ദൈവം വസിക്കുന്നത്. പരിശുദ്ധ റൂഹായെയും ആ കുരിശ് സൂചിപ്പിക്കുന്നുണ്ട്, അത് താഴെയുള്ള കുരിശ്. അപ്പോൾ തിരി കത്തിച്ചു കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്, എല്ലാം റെഡിയാണ് എന്ന് പറയുമ്പോൾ അച്ഛനോട് ചോദിച്ചിട്ട് 3-ാം മണി അടിച്ചോട്ടോ എന്ന് ചോദിച്ചിട്ട് അച്ഛൻ പറയുമ്പോൾ മാത്രമേ 3-ാം മണി അടിക്കാവൂ. 3-ാം മണി അടിച്ചു കഴിഞ്ഞാൽ മിതവാർ ദുഃഖനോക്കെ അത് പണ്ടേര് ചൊല്ലിക്കൊള്ളും. അത് കഴിഞ്ഞിട്ട് മിക്കവാറും തുടങ്ങുള്ളൂ. മറിയാം ദീലേത്തൗക്ക് അച്ഛൻ പറയുമ്പോൾ മറ വരിച്ചുകൊള്ളണം. അച്ഛൻ പറയുന്നതാണ്, കർത്താവേ, നിന്നെ പ്രസവിച്ച മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. അത് സുറിയാനിയിൽ പറഞ്ഞാണ് അച്ഛൻ തുടങ്ങുന്നത്. ആ സമയത്ത് മറുഭാഗസാല കേൾക്കുകയും മണിയടിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾക്ക് മണിയടിച്ചോളണം. ഒരു പ്രധാന സംഭവമായിട്ട് അതാണ് വരികയാണ്. ധൂപക്കുറ്റിയിലൊക്കെ നേരത്തെ തന്നെ കരിയിട്ട് ക്രമീകരിച്ച് വയ്ക്കണം. കുർബാന തുടങ്ങുന്ന സമയത്ത് മദ്ബഹ പുക കൊണ്ട് നിറയണം. അതൊരു പ്രത്യേക ഒരു ഐശ്വര്യമാണ്. കാരണം സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ മുകളിലേക്ക് ദൈവം ഇറങ്ങി വരുമ്പോൾ ഒരു മേഘം വന്ന് അവിടെ മൂടുകയാണ്. പുക കൊണ്ട് നിറഞ്ഞതുപോലെയുള്ള അനുഭവം ഉണ്ടാകുകയാണ്. ആ ദൈവം അപ്പോൾ മോശ അവിടെ ഉണ്ട്, മോശയോട് സംസാരിക്കുകയാണ്. മുഖാമുഖം കാണുന്നതെന്ന് പറഞ്ഞാൽ നേരെ ഒന്നും കാണാൻ പറ്റില്ല. കണ്ടു കഴിഞ്ഞാൽ മോശം അവിടെ മരിച്ചു പോകും. വേദോസിൽ മുഖാമുഖം സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മുഖാമുഖം കണ്ടു എന്നുള്ളതിൻ്റെ അർത്ഥം. ചില പാസ്റ്റർമാർ അങ്ങനെയൊക്കെ പറയുന്നത് അതൊക്കെ തെറ്റാ. മുഖാമുഖമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ദൈവം സംസാരിക്കുന്നത് മോശയ്ക്ക് മനസ്സിലാവും, കേൾക്കാം. അവന് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ. അവൻ പറഞ്ഞത് ജനത്തോട് വന്ന് പറയും. മോശ ഈ മോശയുടെ എഴുന്നള്ളി വരുമ്പോഴേ ജനം കൂടാരവാതിൽക്കൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് മോശ അതിവിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാനായിട്ട് എഴുന്നള്ളി വരുമ്പോഴാണ്. ഇപ്പോൾ നമ്മളെ മേൽപ്പട്ടക്കാർ പള്ളിയിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ എന്ത് ചെയ്യണം? 2 വശത്തും തിരി കത്തിച്ച് പിടിച്ച് നിൽക്കണം. അത് ഏതിൻ്റെ സൂചനയാണ്? അതൊക്കെ ജനങ്ങൾക്കൊക്കെ ശുശ്രൂഷകന്മാർ പറഞ്ഞു കൊടുക്കണം. ഇത് തിരുമേനി വരുന്നുണ്ട്, 2 നിരയായി എന്നുള്ളവർ നിൽക്കുക. കുർബാനയ്ക്ക് വരുമ്പോഴൊന്നും വേണ്ടല്ലോ, അതില്ലാത്ത സമയത്ത് ഞാൻ പറയും. അപ്പോൾ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാവണേ എന്ന് പറഞ്ഞ അച്ഛൻ ത്രോണോസ് മുത്തുമ്പോൾ ഒരു വശം പ്രദക്ഷിണം നടത്താണ്. അച്ഛൻ തെക്കോട്ട് നടന്ന് ത്രോണോസ് മുത്തി തിരിച്ചു വരാണ് ധൂപം വീശി. അപ്പം അതിൻ്റെ മുമ്പിലായിട്ട് പ്രധാന ശുശ്രൂഷകൻ തിരി കത്തിച്ച് പിടിച്ച് മുമ്പിൽ പറകോട്ട് കിടക്കണം. ആ തിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ യോഹന്നാന സ്നാപകനെയാണ്
അവിടെ നമ്മൾ ഓർക്കുന്നു. കർത്താവിൻ്റെ മുന്നോടിയായ യോഹന്നാൻ സ്നാനം. ചുറ്റി ഒരു പ്രാവശ്യം പ്രദക്ഷിണം ചുറ്റി വടക്കുവശത്തൂടി വന്ന് അച്ഛൻ ദർഗായിട്ട് താഴെ വന്ന് നിൽക്കുന്നു. അപ്പം അതിന് തന്നെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. സഭ ഒരുപാട് വൈകിയാൽ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ വരെ നിൽക്കട്ടെ. അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്ലാസ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.